ഇവിടെ ഒരു ഫാമിലി അവരുടെ മകന്റെ വായ ഒരു സ്കെയിൽ വെച്ച് അളന്ന് അതിനുശേഷം അവന്റെ വായ എത്ര സൈസ് ഉണ്ടോ ആ സൈസിൽ കറക്റ്റായി മൈദ കട്ട് ചെയ്ത് അതിൽ മോമോസ് ഉണ്ടാക്കി അവന് കൊടുത്തു. കാരണം ഇവന്റെ ഫാമിലി തന്നെ ഒരു OCD ഫാമിലിയാണ്. എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയി ചെയ്യണമെന്നാണ്. അതേപോലെ ഈ പയ്യൻ ജനിച്ചത് മുതൽ ഇവന്റെ അച്ഛനോ അമ്മയോ ഇവനെ എടുത്തിട്ട് പോലുമില്ല. സ്കൂളിൽ മക്കളെ എടുത്തോണ്ട് ഓടുന്ന മത്സരം വെച്ചാൽ പോലും തമ്മിൽ തൊടുന്നത് ഹൈജീൻ അല്ല എന്ന് പറഞ്ഞാണ് വളർത്തുന്നത്. ഇതിനേക്കാളും പ്രശ്നം എന്തെന്നാൽ ഇടിമിന്നൽ കണ്ട് പേടിച്ച് ഓടി വന്നാൽ പോലും പോയി റൂമിൽ കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അത്രയ്ക്കും ബാഡാണ് പാരന്റ്സ്. അവന് ചെറുപ്പം മുതലേ സ്നേഹത്തിനു വേണ്ടി അലഞ്ഞ് വലുതായപ്പോഴേക്കും അവരെ പോലെ തന്നെയായി മാറി. അവൻ തന്നെ വിചാരിച്ചാൽ പോലും അവന്റെ ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല. ഡെയിലി ജോലിക്ക് പോകുന്നതിന് കറക്റ്റ് ടൈം ആയാൽ മാത്രമേ വീട് വിട്ട് പുറത്തു പോകൂ. ഇവൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പോലും ഇവനെ കണ്ടാൽ പേടിച്ചോടും. സോ ഇത്രയും കാലമായി ഇവന്റെ കൂടെ ആരുമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് ജീവിതം തന്നെ വെറുത്ത് മരിക്കാൻ വേണ്ടി നോക്കി. അതുപോലും കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവനെ അടക്കാനുള്ള രേഖകളും ടൈം വരെ സെറ്റാക്കി ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ ടൈമിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കറക്റ്റായി അതേ ടൈമിൽ ഒരു പെണ്ണ് വന്ന് അവനെ രക്ഷിച്ചു. എന്നാൽ അവൻ മരിക്കാൻ സെറ്റ് ചെയ്ത ടൈം തെറ്റിയത് കൊണ്ട് തന്നെ ആ പ്ലാൻ തന്നെ ഒഴിവാക്കി. ഇങ്ങനെ ആ പെണ്ണിനോട് കമ്പനിയായി ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയാൽ അവളും വേസ്റ്റ് കൊട്ട പോലെയാണ് വീട് വെച്ചിരിക്കുന്നത്. സോ അവൻ ഒരു ടവല് വിരിച്ച് അതിന്റെ മേലെയാണ് ഇരിക്കുന്നത്. സമയം കഴിയുന്നതിനനുസരിച്ച് അവനെ കൊണ്ട് അവളുടെ വീട്ടിൽ ഇരിക്കാൻ പറ്റാതെ അവളുടെ വീട് ഇവൻ തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഈ പെണ്ണ് ഉറക്കെ എണീച്ചു നോക്കുമ്പോൾ അവൾ സ്വന്തം വീട്ടിലാണോ ഉള്ളതെന്ന് ഡൗട്ട് വരുന്നത് പോലെ ആശാൻ ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ വീട് ഫുള്ള് ക്ലീൻ ആക്കി വെച്ചാലും അവളുടെ ലിപ്സ്റ്റിക് മുറിച്ചു വെച്ചത് കണ്ടതും ദേഷ്യം വന്ന് അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് സോറി പറയാമെന്ന് വിചാരിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോൾ അവൻ അവന്റെ വീട്ടിലേക്ക് പോകാതെ ഇവളുടെ വീടിന്റെ പുറത്താണ് നിൽക്കുന്നത്. എന്തോ ദേഷ്യത്തിൽ നിൽക്കാണെന്ന് വിചാരിച്ച് നോക്കിയാൽ ആശാൻ 8 മണിയാകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് 8 മണിയായ അടുത്ത സെക്കൻഡിൽ തന്നെ അവന്റെ വണ്ടിയെടുത്ത് അവൻ അവന്റെ പാട്ടിന് പോയി.